ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇന്ന് നിർണായകം. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. BSSCയിലെ പരിശോധനാ ഫലവും കുറ്റപത്രം തയ്യാറാക്കുന്നതിലെ പുരോഗതി അടക്കമുള്ള വിവരങ്ങളും റിപ്പോർട്ടിലുണ്ടാകും. കോടതി എന്ത് പറയുമെന്നാണ് ആകാംക്ഷ. അതേസമയം ജാമ്യം തേടിയുള്ള തന്ത്രി കണ്ഠരര് രാജീവരുടെ അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയും ഇന്ന് പരിഗണിക്കും. റഹീസ് റഷീദുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് റഹീസ്. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് അത് SIT ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. നമുക്കറിയാം BSSC റിപ്പോർട്ട് അതിൽ കൂടുതൽ സ്വർണം നഷ്ടമായെന്ന് വ്യക്തമാക്കുന്നതാണ്. ഇതടക്കം എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇന്ന് സമർപ്പിക്കുക? ഗുഡ് മോർണിംഗ് ശ്രുതി, റോഷ്നി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒരു നിർണായകമായ ദിനമാണിന്ന്. ഹൈക്കോടതിയിലെ 2 അംഗ ദേവസ്വം ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. കേസ് എടുക്കുന്ന സമയത്ത് SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ ഹാജരാകും. കോടതി എന്തെങ്കിലും നേരിട്ട് ചോദിച്ചാൽ ഉദ്യോഗസ്ഥർ അതിന് മറുപടി നൽകും. ഇടക്കാല റിപ്പോർട്ട് നൽകുന്നത് സംബന്ധിച്ച കാര്യങ്ങളും കോടതിയുമായി ആശയവിനിമയം നടത്തും. പ്രധാനമായും VSSC സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് SITക്ക് ഇന്നലെ ലഭിച്ചിട്ടുണ്ട്. അതിന്ന് കോടതിയിൽ സമർപ്പിക്കുകയായിരിക്കും ചെയ്യുക. മുമ്പ് കണ്ടെത്തിയതനുസരിച്ചുള്ള സ്വർണമല്ല, അതിനേക്കാൾ വ്യാപ്തിയിൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടിലെ ഉള്ളടക്കം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് കോടതി ഇന്ന് പരിഗണിച്ച് വിധി പറഞ്ഞാൽ വൈകിട്ട് ആ വിധിയുടെ വിശദാംശം പുറത്തിറക്കും. അപ്പോൾ ഇതിൻ്റെ എത്രത്തോളം സ്വർണം നഷ്ടപ്പെട്ടു എന്നാണ് VSSCയുടെ കണ്ടെത്തൽ എന്ന വിവരങ്ങൾ പുറത്തുവരും. മറ്റൊന്ന്, തന്ത്രി രാജീവ് കണ്ഠരരുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. അതിൽ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നത് ഈ കേസിൽ നിർണായകമായ കാര്യമാണ്. മറ്റൊന്ന്, രാഷ്ട്രീയമായ ആരോപണങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ തുടർച്ചയായി നടക്കുകയാണ്. കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം പുറത്തു വരുന്നു. അടൂർ പ്രകാശും പോറ്റിയും തമ്മിലുള്ള ബന്ധം പുറത്തു വരുന്നു. അടൂർ പ്രകാശിനെ വീണ്ടും ചോദ്യം ചെയ്യുമോ, കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമോ, ആന്റണിയെ എന്നാണ് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമായി വലിയ ചർച്ചയാണ്. പ്രത്യേകിച്ച് UDFന്റെയും LDFന്റെയും നേതൃത്വത്തിൽ ജാഥകൾ നടക്കുന്ന സമയത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് അതിലെ പ്രധാന പ്രചാരണ വിഷയം. ഓക്കെ, വ്യക്തമാണ്. എന്തായാലും SIT ഇന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അത് ഏറ്റവും നിർണായകമാകുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്നുള്ളതാണ്. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.